ഹലോ എവരിബഡി, വെൽക്കം ടു യുവർ ചാനൽ കീം ഓൺ ഫയർ. അപ്പോൾ ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേവ്സ് കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പം നീറ്റിൻ്റെ ക്വസ്റ്റ്യൻസും കൂടെ നമുക്കൊന്ന് കുറച്ച് ചെയ്യാം. അതായത് പലപ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നീറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മുടെ കീമിലേക്ക് വരാറുണ്ട്. അതുകൊണ്ട് കീം എഴുതുന്ന കുട്ടികളും ഈ ക്വസ്റ്റ്യൻസ്, ഫിസിക്സിൻ്റെ ഈ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ചെയ്ത് പഠിക്കണം. നീറ്റ് അതുപോലെ തന്നെ ജെ അഡ്വാൻസ് ഒന്നും പറ്റില്ല, ജെ മെയിൻ്റെ ക്വസ്റ്റ്യൻ്റെ ചില പോർഷൻസൊക്കെ നമുക്ക് മിക്കവാറും കീമിൽ വരാറുണ്ട്. കീമിൽ പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് ഒന്നും ഇടാറില്ല. എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ അതേ പാറ്റേണിൽ ചിലപ്പോൾ നമുക്ക് വാല്യൂസൊക്കെ മാറ്റിത്തരാം. ഇല്ലെങ്കിൽ നീറ്റിൽ നിന്ന്, ക്യുസാറ്റിൽ നിന്ന്, ജെ മെയിനിൽ നിന്ന് ഒക്കെയുള്ള ചെറിയ പോർഷൻ ഇതൊക്കെ ചേർത്തിട്ടാണ് ഇപ്പം നമ്മുടെ നെക്സ്റ്റ് വരുന്ന, അതായത് 2026 വന്നത് നീറ്റിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ പഴയ ക്വസ്റ്റ്യൻസൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവരും ഇത് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഇത് യൂസ് ചെയ്യാം. ഫോർ നീറ്റ് ഓൾസോ. നീറ്റ് അങ്ങനെ അധികം ടഫൊന്നുമല്ല, ബട്ട് സ്റ്റിൽ കീമിനേക്കാളും ഇച്ചിരി കൂടെ മേലെ ആയിട്ടാണ് നീറ്റിലെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അതുകൊണ്ട് യു ഹാവ് ടു ബി കെയർഫുൾ. അപ്പം ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ വേവ്സിൻ്റെ ചാപ്റ്റർ വെരി ഈസി ചാപ്റ്ററാണ്. നിങ്ങൾക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ ഇൻഡെപ്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല. ഇറ്റ് വാസ് വെരി സിമ്പിൾ. ഡയറക്റ്റ് ആപ്ലിക്കേഷൻസ് ഒക്കെ ആയിരിക്കും. കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി, 2025 നീറ്റിൽ വന്ന ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ വായിക്കാം. എ പൈപ്പ് ഓപ്പൺ അറ്റ് ബോത്ത് എൻഡ്സ്. അപ്പോൾ എന്തായത്? ഓക്കെ, ഓപ്പൺ ഓർഗൻ പൈപ്പാണ് പറഞ്ഞേക്കുന്നത്. ഓപ്പൺ അറ്റ് ബോത്ത് എൻഡ്സിൽ ഓപ്പൺ ആയിട്ടുള്ള ഒരു പൈപ്പ് ഉണ്ട്. ഇറ്റ് ഹാസ് എ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓഫ് ഓപ്പൺ പൈപ്പ്. ഞാൻ ക്ലാസ്സസ് ഒക്കെ നേരത്തെ എടുത്താണ്. ഇഫ് യു ഡോണ്ട് നോ, ആ ക്ലാസ്സസ് ഒന്ന് വാച്ച് ചെയ്തിട്ട് ഇങ്ങോട്ട് വരിക. അതർവൈസ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓഫ് ഓപ്പൺ പൈപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് V/2L ആണ്. ലെങ്ത് എന്ന് പറഞ്ഞാൽ ലെങ്ത്, V ഇസ് എ വെലോസിറ്റി. ഓക്കെ, V/2L ആണ്. അത് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് F. അത് നമ്മൾ പറഞ്ഞേക്കുന്നത് F ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓഫ് ഓപ്പൺ ആണല്ലേ, ഓപ്പൺ പൈപ്പിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി V/2L ആണ്. അത് ഇവർ പറഞ്ഞേക്കുന്നത് F ആണ്. ഇൻ എയറിലൂടെയുള്ള ഫ്രീക്വൻസി. ദ പൈപ്പ് ഈസ് നൗ ഡിപ്ഡ് വെർട്ടിക്കലി ഇൻ എ വാട്ടർ ഡ്രം ടു ഹാഫ് ഓഫ് ഇറ്റ്സ് ലെങ്ത്. അപ്പോൾ എന്താ സംഭവിച്ചേക്കുന്നത്? ഈ പൈപ്പിനെ ഒരു ഡ്രമ്മിനകത്തോട്ട് ഇറക്കി വെച്ചേക്കുവാണ്. പകുതി ലെങ്ത്, അതായത് L/2 വെള്ളത്തിനടിയിലും L/2 എയറിലുമായിട്ട് അതിനെ എങ്ങനെ വെച്ചേക്കും, അതിനെ ഇങ്ങോട്ട് മാറ്റി. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓഫ് ദി എയർ കോളം നൗ ഈക്വൽ ടു. അപ്പോൾ നമുക്കൊന്ന് വരച്ച് നോക്കാം. ഇറ്റ്സ് വെരി സിമ്പിൾ. ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പറയുന്നതിൽ ആദ്യം നമുക്ക് ഇങ്ങനെ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ഓപ്പൺ, ബോത്ത് എൻഡിൽ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഓപ്പൺ പൈപ്പ് നമുക്കുണ്ടായിരുന്നു. അതിൻ്റെ ഫ്രീക്വൻസിയാണ് F. ദാറ്റ് ഈസ് വി നോ ദാറ്റ് V/2L. അതാണ് ഓപ്പണിൻ്റെ തന്നിരിക്കുന്നത്. F ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ എന്താ സംഭവിച്ചത്? ഒരു ഡ്രം എടുത്തിട്ട്, ഈ ഡ്രമ്മിനകത്ത് നിറയെ വെള്ളമുള്ളൊരു ഡ്രമ്മാണ്, അതിനകത്തോട്ട് ഈ പൈപ്പിനെ ഇറക്കി വെച്ചേക്കുക. ഈ പൈപ്പ് ഡ്രമ്മിനകത്ത് ഇറക്കി വെച്ചപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇതൊരു ഓപ്പൺ പൈപ്പല്ലേ. അപ്പോൾ ഈ ഡ്രമ്മിനകത്തെ വെള്ളം എന്ത് സംഭവിക്കും? നേരെ ഈ പൈപ്പിനകത്തോട്ട് കയറും. എന്നിട്ട് ഈ ലെവൽ വരെ അല്ലേ, ഈ വാട്ടർ ലെവൽ വരെ ഈ വെള്ളം നിറഞ്ഞു നിൽക്കും. അപ്പം ഇവർ പറഞ്ഞേക്കുന്നത് ദിസ് വൺ ഈസ് L. ടോട്ടൽ ലെങ്ത് L ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പകുതിയാണ് ഇറക്കി വെച്ചേക്കുന്നത്. അപ്പോൾ L/2 മുകളിലും L/2 വെള്ളത്തിനടിയിലുമാണ്. ഇപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേ, എപ്പോഴെങ്കിലും പറയുന്നത് വെള്ളത്തിനകത്തോട്ട് ഇറക്കി വെച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ലിക്വിഡിനകത്തോട്ടോ ഓയിലിനകത്തോട്ടൊക്കെ ഇറക്കി വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തായി? ഇവിടെ പിന്നെ എയർ പാസ് ചെയ്യില്ലല്ലോ, ഇത് ക്ലോസ്ഡ് ആയി. ഈ പൈപ്പ് എന്ത് പറ്റി? എന്നിട്ട് ഇവർ ചോദിച്ചേക്കുന്നത് എയർ കോളത്തിൻ്റെ ഫ്രീക്വൻസിയാണ് ചോദിച്ചത്. എയർ കോളമുള്ള ഏരിയയിലെ ഫ്രീക്വൻസിയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഈ പോർഷൻ എന്തുമായി? ഈ ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് വേറൊരു പൈപ്പാണ്. സെയിം പൈപ്പ് തന്നെ, ബട്ട് ദാറ്റ് ഈസ് എ പോർഷൻ ഓഫ് പൈപ്പ്. അതിൻ്റെ ഒരു ഭാഗം ഓപ്പണും ഒരു ഭാഗം ക്ലോസ്ഡ് ആയി മാറി. കാരണം വെള്ളം കയറി കഴിഞ്ഞപ്പോൾ അതെന്തായി? ക്ലോസ്ഡ് ആയി. അതാണ് അതിനകത്തെ ട്രിക്ക്. ആ കാര്യം മാത്രം ഓർത്താൽ മതി. വെള്ളത്തിനകത്ത് ഇറക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഭാഗത്ത് വെള്ളം കയറി ഈ പൈപ്പ് ഓപ്പൺ ആവുന്നതിന് വരെ ക്ലോസ്ഡ് ആയി. ഇനിയിപ്പോൾ ആലോചിച്ചോ, ക്ലോസ്ഡ് പൈപ്പിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി V/4L ഓഫ് ക്ലോസ്ഡ്. ഈ ലെങ്ത് മാറിപ്പോയത്, ഫുൾ ലെങ്ത് വരത്തില്ല, ഇത്രയേ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ, വെലോസിറ്റി എയർ കോളം തന്നെയാണ് പറഞ്ഞേക്കുന്നത്. സോ എയറിലൂടെ ആയതുകൊണ്ട് വെലോസിറ്റി ഓഫ് സൗണ്ട് ഈസ് സെയിം. അപ്പോൾ 4 ഇൻറ്റു ലെങ്ത് ഓഫ് ക്ലോസ്ഡ് കോളത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഓപ്പണിൻ്റെ ലെങ്ത് ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എന്ത് കിട്ടും? ഇത് രണ്ടും കൂടെ വെട്ടിക്കളഞ്ഞാൽ ബാക്കി ഇറ്റ്സ് അഗെയിൻ V/2L ആണ് നമുക്ക് കിട്ടുന്നത്. എന്ത്? ഈ ക്ലോസ്ഡ് പൈപ്പിൻ്റെ, അതായത് ഇതിൻ്റെ തന്നെ പകുതി ലെങ്ത്തുള്ള ക്ലോസ്ഡ് ആയിട്ടുള്ള പൈപ്പിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് V/2L ആണ്. അപ്പോൾ V/2L തന്നെയാണ് എന്ത്? F.
സോ ഈ പൈപ്പിനെ പകുതിയാക്കി അത് ക്ലോസ്ഡ് ആക്കി കഴിഞ്ഞാൽ സെയിം ഫ്രീക്വൻസി തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഓപ്പൺ ആണെങ്കിൽ ഇത്രയും വലുത് ലെങ്ത് എൽ വേണം, പക്ഷേ ക്ലോസ്ഡ് ആണെങ്കിൽ അതിൻ്റെ പകുതി ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സെയിം ഫ്രീക്വൻസി തന്നെ കിട്ടും. സോ ആൻസർ ഈസ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ എയർ കോളത്തിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഈസ് ഓൾസോ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്താണ്? എഫ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓഫ് ക്ലോസ്ഡ് എന്ന് പറയുന്നത് V/4L ആണ്. ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓഫ് ഓപ്പൺ പൈപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് V/2L. പിന്നെ ബാക്കിയുള്ള ഫ്രീക്വൻസി പഠിച്ചല്ലോ. ഇതിന് വന്നിട്ട് നമുക്ക് 1 ഫസ്റ്റ് ഹാർമോണിക്, പിന്നെ സെക്കൻഡ് ഹാർമോണിക് ഇതിലില്ല. എന്താണ് പിന്നെ തേർഡ് 1 3 5 7 9 എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ ഉള്ളത്. ഇവിടെ അങ്ങനെയല്ല, ഫസ്റ്റ് ഹാർമോണിക് ഇതിനെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ തന്നെ ഫസ്റ്റ് എന്ന് പറഞ്ഞ്, പിന്നെ 2 3 4 5 ഇവിടെ എന്ന് പറഞ്ഞാൽ എന്ത് വരും? തേർഡ് ഹാർമോണിക്കിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 3V/4L വരും. ഫിഫ്ത്ത് ഹാർമോണിക് ആണെങ്കിൽ 5V/4L, അങ്ങനെ പോകും. ഇതാണെങ്കിൽ ഒരെണ്ണം V/2L ആണെങ്കിൽ നെക്സ്റ്റ് 2V/2L, നെക്സ്റ്റ് 3V/2L, 4V/4L. അതൊക്കെയാണ് ഫണ്ടമെൻ്റൽ ഹാർമോണിക് ഫ്രീക്ക്. ഫസ്റ്റ് ഹാർമോണിക്, സെക്കൻഡ് ഹാർമോണിക്, തേർഡ് ഹാർമോണിക് എന്നൊക്കെ പറയുന്നത് 1 2 3. പക്ഷേ നമ്മൾ ക്ലോസ്ഡ് ആയിട്ടുള്ള പൈപ്പ് എടുക്കുകയാണെങ്കിൽ അതിന് സെക്കൻഡ് ഹാർമോണിക് മോഡില്ല, സെക്കൻഡ് ഹാർമോണിക് ഇല്ല, ഈവൻ നമ്പേഴ്സ് ഇല്ല, ഓഡ് നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. 1 3 5 7 9 മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് നിങ്ങൾ ഓർത്താൽ മതി. മറ്റേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിലും കണ്ടിട്ടില്ല, JEE മെയിനൊക്കെ കണ്ടിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. ഇതിന് 1 3 5 7 9 എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അതാണ് നമ്മൾ പറയുന്നത്. നോട്ട്സ് വെച്ചിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ 2n-1. അതായത് ഫസ്റ്റ് കേസിൽ ഓപ്പൺ പൈപ്പിൻ്റെ കേസിൽ നമ്മൾ സെൻറ്ററിൽ ഒരു നോഡ് ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിങ്ങനെ ഫ്രീക്വൻസി ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകുന്നു, ഇവിടെ ഇങ്ങനെ ഫ്രീക്വൻസി, അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിംഗിൾ നോഡുള്ളപ്പം ഇതിന് സിംഗിൾ, പിന്നെ അത് കഴിഞ്ഞ് 2 നോഡ് വരുവാണെങ്കിൽ 1 നോഡ് ഇവിടെ വരുന്നു എന്നുണ്ടെങ്കിൽ എഗെയിൻ നമ്മൾ അതെല്ലാം ആഡ് ചെയ്ത് നമ്മൾ നോക്കിക്കഴിയുമ്പം വിൽ ഗെറ്റ് എന്താണ് ഇവിടെ നമുക്ക് 1 2 3 4 എന്ന് പറഞ്ഞ് കിട്ടും. നോഡിൻ്റെ അനുസരിച്ച് n × V/2L ആണ് നമ്മളുടെ ഓപ്പൺ പൈപ്പിൻ്റെ കേസിൽ വരുന്നത്. ഇവിടെ വരുമ്പോൾ നമുക്ക് അങ്ങനെ ക്ലോസ്ഡ് പൈപ്പിൻ്റെ കേസിൽ 1 3 5 7 9 എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രീവിയസ് ഒന്ന് ആ ഒരു ചാപ്റ്റർ ഒന്ന് നോക്കിയാൽ ഞാൻ അതിലെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് അത് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാത്ത ഡബിളിംഗ് ആയി വരുമല്ലോ എന്ന് കരുതിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഓൾസോ വെരി സിമ്പിൾ. നീറ്റ് 2026 വന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് ഈസി ആയിട്ട് ചെയ്യാം. ഈ സെയിം നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ക്ലോസ്ഡ് പൈപ്പ്, ഓപ്പൺ പൈപ്പ് അത് തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. നമുക്ക് ക്ലോസ്ഡ് പൈപ്പിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞു എന്താണ്, നമുക്ക് ഇറ്റ് ഈസ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു V/4L ആണ്. അതുപോലെ തന്നെ അതിൻ്റെ നോട്ട്സ് എന്ന് പറയുന്നത് n ആണെങ്കിൽ 2n-1 ആയിരിക്കും നെക്സ്റ്റ് ഹാർമോണിക് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതായത് ക്ലോസ്ഡ് പൈപ്പ് ആകുമ്പോൾ എങ്ങനെ വരും? ദിസ് വൺ ഈസ് ക്ലോസ്ഡ് അല്ലേ, ഇത് ക്ലോസ്ഡ് ആണ്, ഇത് ഓപ്പൺ ആണ്. അപ്പോൾ ഫസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഈ നോഡ് ഇവിടെ ആയിരിക്കും. ഒരു നോഡാണ്, ആ നോഡിലേക്ക് നമ്മളിങ്ങനെ വരുന്നു. ഈ ടോട്ടൽ ലെങ്ത് L ആണെന്ന് വിചാരിക്കുക. നമ്പർ ഓഫ് നോട്ട്സ് ഇതാണ്. സോ അവർ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു V, നമുക്കറിയാമല്ലോ V × λ. സോ ഇങ്ങനെ ഒരു വേവ് പോവുകയാണെങ്കിൽ ലാംഡ എന്ന് പറയുന്നത് എന്താണ്? ഒരു കംപ്ലീറ്റ് വേവിനുള്ള ടൈം T ആണ്. ലാംഡ ഈസ് ഇറ്റ്സ് വേവ് ലെങ്ത്. അപ്പോൾ സോ വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ ഇതിൻ്റെ വേവിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ടോട്ടൽ ലെങ്ത് ആണ് അതിൻ്റെ 1 വേവ് ലെങ്ത്. അതിനെടുക്കുന്ന ടൈമാണ് ഒരു കംപ്ലീറ്റ് ഓസിലേഷന് വേണ്ടി, ഒരു കംപ്ലീറ്റ് ആ ഒരു സൈക്കിളിന് വേണ്ടിയിട്ട് എടുക്കുന്ന ടൈമാണ് നമ്മുടെ ടൈം പീരീഡ് അല്ലെങ്കിൽ T. അപ്പോൾ ഈ ലാംഡയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന ടൈമാണ് നമ്മുടെ ടൈം പീരീഡ്. സോ വി നോ ദാറ്റ് 1/T എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയാണ്. സോ വാട്ട് ഈസ് ആക്ച്വലി ദ ഫ്രീക്വൻസി? ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു V/λ ആണ്. സോ പിന്നെ നമുക്കറിയാം ഇത് ഇത്രയും ലാംഡയാണെങ്കിൽ ഇത് ഒരു നോഡാണ്. ദിസ് വൺ ഈസ് ഓൾസോ നോഡ്. അതായത് സീറോ ഡിസ്പ്ലേസ്മെൻ്റ് ഉള്ള പോയിൻറ്റ്സ് എല്ലാം നോഡ്സ് ആണ്. അതേപോലെ തന്നെ ഇതൊരു ആൻറ്റി നോഡാണ്. ഹിയർ ഓൾസോ ഇറ്റ് ഈസ് എൻ ആൻറ്റി നോഡ്. അപ്പോൾ ഈ നോഡ് ടു നോഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര വരും? λ/2 നോഡ് ടു ആൻറ്റി നോഡ്. ദിസ് വൺ ഈസ് നോഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വേവ്സിൻ്റെ ഇപ്പോൾ ഈ വേവ് നമ്മളിപ്പം ആക്ച്വലി ഇങ്ങനെയും കൂടെ വരുവാണെങ്കിൽ സ്റ്റാൻഡിങ് വേവ് ആണെങ്കിൽ അത് എപ്പോഴും അങ്ങനെ തന്നെ ആയിട്ട് നിൽക്കും. സോ ഈ വേവിൻ്റെ ദിസ് വൺ ഈസ് ആൻറ്റി നോഡ്. ഓക്കെ, ഹിയർ ഓൾസോ ആൻറ്റി നോഡ് എന്ന് പറയാം. ഒരു വേവിൻ്റെ സീറോ ഡിസ്പ്ലേസ്മെൻ്റ് ഉള്ള പോയിൻറ്റ്സിനെയാണ് നമ്മൾ നോഡെന്ന് പറയുന്നത്. മാക്സിമം ഡിസ്പ്ലേസ്മെൻ്റ് ഉള്ള പോയിൻ്റാണ് നമ്മുടെ ആൻറ്റി നോഡ്.
ഓക്കെ, ദീസ് ആർ ആൻറ്റി നോട്ട്സ്. ഈ സ്റ്റാൻഡിങ് വേവ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദിസ് വൺ ഈസ് ലാംഡ. അപ്പോൾ ഈ നോഡ് ടു നോഡിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് λ/2 അല്ലേ? ടോട്ടൽ ലാംഡയാണ്, ഇതിൻ്റെ λ/2. നോഡ് ടു ആൻറ്റി നോഡ് ഇറ്റ് ഈസ് ആക്ച്വലി λ/4. അപ്പോൾ ഇവിടെ എന്ത് വരും? ഈ നമ്മുടെ ക്ലോസ്ഡ് പൈപ്പിൻ്റെ കേസിൽ ഇവിടെ നമുക്കൊരു നോഡ് വരും, ഇവിടെ നമുക്ക് ആൻറ്റി നോഡ് വരും അല്ലേ? ഇത് തലേന്ന് മുകളിൽ കൂടെ പാസ് ചെയ്യുന്നവർ പഴയ ക്ലാസ്സസ് കേൾക്കുക. ഓക്കെ, യു വിൽ ഗെറ്റ് ദാറ്റ്, ആ ഒരു ഫീൽ കിട്ടും. സോ ഇവിടെ നമുക്ക് നോഡ് വരും ക്ലോസ്ഡ് പൈപ്പിൻ്റെ കേസിൽ, ഇവിടെ ആൻറ്റി നോഡ് വരും. അപ്പോൾ നോഡ് ടു ആൻറ്റി നോഡ് ലാംഡ എത്രയാണ്? λ/4. ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ λ/4 ആണ്. സോ വാട്ട് വി ക്യാൻ ഡു ഈസ് ലെങ്ത് എന്ന് പറയുന്നത് λ/4 ആണ്. സോ ലാംഡ ഈസ് ഈക്വൽ ടു 4L. അങ്ങനെയാണ് നമ്മുടെ ഫ്രീക്വൻസി എത്രയാണ് നമുക്ക് കിട്ടുന്നത്? v/λ എത്രയാണ്? 4L. അങ്ങനെയാണ് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി നമുക്ക് എന്ത് കിട്ടിയത്? v/4L എന്ന് കിട്ടുന്ന എന്ത്? ക്ലോസ്ഡ് പൈപ്പിൻ്റെ കേസിൽ. ഓക്കെ, അപ്പോൾ ക്ലോസ്ഡ് പൈപ്പിൻ്റെ കേസിൽ ഇനി നമുക്ക് സെക്കൻഡ് ഫ്രീക്വൻസി നോക്കാം, സെക്കൻഡ് ഹാർമോണിക് നോക്കാം. ഇതാണ് ദിസ് വൺ വി ആർ കോളിംഗ് ഫസ്റ്റ് ഹാർമോണിക് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി. ഫസ്റ്റ് ഹാർമോണിക് മോഡ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി. ഓക്കെ, ഇനി നമുക്ക് ബാക്കി നോക്കാം. ഇത് മനസ്സിലായല്ലോ. ഫസ്റ്റ് എന്ന് പറയുന്നത് v/4L, ദാറ്റ് ഈസ് ഫസ്റ്റ്. ഇനി നമുക്കിവിടെ രണ്ട് ഇതേമാതിരി തന്നെ നോട്ട്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഹിയർ ഈസ് എ പൈപ്പ്. ആ പൈപ്പിൻ്റെ കേസിൽ ഇവിടെ ഓൾറെഡി ഒരു നോഡുണ്ട്, ഇനി ഒരു നോഡും കൂടെ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഇനി ഒരു നോഡാകുമ്പം ദിസ് വൺ ഈസ് ആൻറ്റി നോഡ്, ഇതിങ്ങനെ വരും. ഓക്കെ, ദിസ് വൺ ഈസ് നോഡ്, ഹിയർ ഇറ്റ് ഈസ് ഓൾസോ നോഡ്. ഇവിടെ ആൻറ്റി നോഡാണ്, കാരണം ഇവിടെ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല, ഇത് ഹയസ്റ്റ് പോയിൻ്റ് ആണ്, ഹയസ്റ്റ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഹിയർ ഓൾസോ ആൻറ്റി നോഡ്. അപ്പോൾ നമുക്ക് ഇപ്പോഴും ലെങ്ത് മാറുന്നില്ല, ടോട്ടൽ ലെങ്ത് ഈസ് L. നോഡ് ടു നോഡ് അല്ലെങ്കിൽ നോഡ് ടു ആൻറ്റി നോഡ് L/4. ഹിയർ ഓൾസോ L/4. ഞാൻ വരച്ചപ്പോൾ നീണ്ടുപോയെന്നേ ഉള്ളൂ. നോഡ് ടു ആൻറ്റി നോഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് L/4 λ/4. ഹിയർ ഓൾസോ λ/4. ഓക്കെ, λ/4. ഈ നോഡ് ടു ആൻറ്റി നോഡ് λ5. നോഡ് ടു ആൻറ്റി നോഡ് എന്ന് പറയുന്നത് λ/4 ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ടോട്ടൽ ലെങ്ത് L = 3 × λ/4. ഓക്കെ, സോ λ = 4L/3. Okay, we know that F is equal to velocity into lambda, velocity divided by lambda. So velocity divided by lambda എന്ന് പറയുമ്പം 3v അല്ലേ, 3v/4L. 3v/4L എന്നത് 3 ഇൻറ്റു അവർ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി F1. ഇതാണ് F1. അപ്പോൾ ഈ F1ൻ്റെ ഇപ്പുറത്ത് എത്ര വരുന്നു? 3 times ആണ് വന്നത്. അതുകൊണ്ട് എന്താണ്? ഇത് തേർഡ് ഹാർമോണിക് ആണ്. ദിസ് ഈസ് തേർഡ് ഹാർമോണിക്. ഇതിന് സെക്കൻഡ് ഹാർമോണിക് ഇല്ല. ക്ലോസ്ഡ് ആയിട്ടുള്ള പൈപ്പിന് സെക്കൻഡ് ഹാർമോണിക് ഇല്ല. അപ്പോൾ ഇതിനെ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നത് നെക്സ്റ്റ് വരുന്നത് നമുക്ക് 5v/, നമ്മൾ ഒരു നോഡും കൂടെ എക്സ്ട്രാ കൊടുക്കുകയാണെങ്കിൽ വിൽ ഗെറ്റ് 5v/4L. അതായത് ദിസ് ഈസ് തേർഡ് ഹാർമോണിക്, ദിസ് ഈസ് ഫിഫ്ത്ത് ഹാർമോണിക് ഈസ് 5 ഇൻറ്റു ഫസ്റ്റ് ഹാർമോണിക്. ഓക്കെ, ഫിഫ്ത്ത് ഹാർമോണിക്കേ ഉള്ളൂ. 1, 3, 5 ആ റേഞ്ചിലാണ് പോകുന്നത്. അപ്പോൾ നമ്പർ ഓഫ് നോട്ട്സ് വെച്ചിട്ട് ഫസ്റ്റ് കേസിൽ നമുക്ക് ഒരു നോഡേ ഉണ്ടായിരുന്നുള്ളൂ. 2n-1 എന്ന് പറയുന്നത് 2 × 1 - 1, ദാറ്റ് ഈസ് ഫസ്റ്റ് ഹാർമോണിക്. ഇനി സെക്കൻഡ് കേസിൽ എന്ത് വരുന്നു? നമ്പർ ഓഫ് നോട്ട്സ് എന്ന് പറയുന്നത് 2 എണ്ണമാണ്. 2 നോട്ട്സാണ് നമ്മൾ, ഇതാണ് സെക്കൻഡ് കേസ്. 2 നോഡ് വന്നു കഴിഞ്ഞപ്പോൾ 2n-1 എന്ന് പറയുന്നത് ഈ 2 × 2 - 1 എത്ര വരും? തേർഡ് ഹാർമോണിക്. അപ്പോൾ 2 നോഡുള്ളപ്പോൾ തേർഡ് ഹാർമോണിക്. ഇനി 3 നോഡ് വരുമ്പോൾ എന്ത് വരും? 3 നോഡ് വരുമ്പോൾ 2 × 3 - 1 = 6, 23 6 - 1 5. അപ്പോഴാണ് ഫിഫ്ത്ത് ഹാർമോണിക്. അപ്പോൾ ഇതിനൊരു ഇക്വേഷൻ നമ്മൾ എഴുതുന്നത് 2n-1. 2n-1 ആണ് അത്രയും ആ ഹാർമോണിക്. 2n-1th ഹാർമോണിക്കാണ് ഇതിനകത്ത് വരുന്നത്. അതായത് നമ്പർ ഓഫ് നോട്ട്സ് 1 ആണെങ്കിൽ ദിസ് ഈസ് ഫസ്റ്റ് ഹാർമോണിക്. നമ്പർ ഓഫ് നോട്ട്സ് 2 ആണെങ്കിൽ ഇത് എത്ര വരും? തേർഡ് ഹാർമോണിക്. നമ്പർ ഓഫ് നോട്ട്സ് 3 ആണെങ്കിൽ ഇറ്റ് ബിക്കംസ് ഫിഫ്ത്ത് ഹാർമോണിക്. ഇനി നമ്പർ ഓഫ് നോട്ട്സ് 4, നിങ്ങൾക്ക് ഓരോന്നായിട്ട് വരയ്ക്കാം. ഞാൻ വരച്ച് പഴയ ക്ലാസ്സിൽ കാണിച്ചിട്ടുള്ളതാണ്, റിപ്പീറ്റ് ചെയ്യാത്ത. നമ്പർ ഓഫ് നോട്ട്സ് 4 ആണെങ്കിൽ ഇറ്റ് ബിക്കംസ് സെവൻത്ത് ഹാർമോണിക്. ഈ കാര്യം ഒന്ന് ഓർത്താൽ മതി. മറ്റേതിൻ്റെ കേസിൽ വെറും ഇതെല്ലാം ക്ലോസ്ഡ് പൈപ്പിൻ്റെ കേസിലാണ്. ഇനി ഓപ്പൺ പൈപ്പിൻ്റെ കേസിലോ? ഓപ്പൺ പൈപ്പിൻ്റെ കേസിൽ നമുക്ക് ജസ്റ്റ് ഇത് തന്നെ ഉള്ളൂ. 2n-1 ഒന്നും അവിടെ ഇല്ല. വാട്ട് ഈസ് ഓപ്പൺ പൈപ്പിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്? ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ n/2L ആണ്. അതിന് സെക്കൻഡ് ഉണ്ട്, അത് ഇതേപോലെ തന്നെ വരച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സെക്കൻഡിൻ്റെ കേസിൽ 2n/2L വരും. തേർഡിൻ്റെ കേസിൽ തേർഡ് ഹാർമോണിക് എന്ന് പറഞ്ഞാൽ 3n/2L. ഫോർത്ത് ഹാർമോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4n/2L.
2L. ഫിഫ്ത്ത് ഹാർമോണിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 5n/2L. ഓക്കെ, ഇത് ഞാൻ ഇൻട്രൊഡക്ഷനായി പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ, നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഓക്കെ, നമുക്കിനി ക്വസ്റ്റ്യൻ വായിക്കാം. ഓക്കെ, വാട്ട് ദി ആർ ആസ്കിങ്. ഫസ്റ്റ് വൺ ഞാൻ പറഞ്ഞു എന്താണ്, ക്ലോസ്ഡ് പൈപ്പിൻ്റെ കേസിൽ ഇറ്റ് ഈസ് 2n - 1th ഫ്രീക്വൻസിയാണ് ഓരോന്ന്. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് നോഡ്. ഓക്കെ, ദെൻ ഓപ്പൺ പൈപ്പിൻ്റെ കേസിൽ ഇറ്റ് ഈസ് ജസ്റ്റ് n ആണ്. എത്ര നോഡ്സ് ഉണ്ടോ അത്രയും തന്നെ. ഇപ്പോൾ ഫസ്റ്റ് ഒരു നോഡ് ഉണ്ടെങ്കിൽ അതിനെന്ത് പറയും, ഫസ്റ്റ് ഹാർമോണിക്. 2 നോഡ് ഉണ്ടെങ്കിൽ സെക്കൻഡ് ഹാർമോണിക്. 3 നോഡ് ഉണ്ടെങ്കിൽ തേർഡ് ഹാർമോണിക്. ഓപ്പൺ പൈപ്പിൻ്റെ കാര്യത്തിൽ നമുക്ക് യാതൊരു കൺഫ്യൂഷനും ഇല്ല. ക്ലോസ്ഡ് പൈപ്പിൻ്റെ കേസിലാണ് നമുക്ക് എന്ത് വരുന്നത്, 1, 3, 5 ഓഡ് നമ്പേഴ്സ് വരുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. ഫോർ സൗണ്ട് വേവ്സ്, ഒരു സൗണ്ട് വേവ്സിൻ്റെ കേസിൽ ഇഫ് ദ നമ്പർ ഓഫ് നോട്ട്സ് ഫോർ ദ ഫിഫ്ത്ത് ഹാർമോണിക്. അപ്പോൾ ഫിഫ്ത്ത് ഹാർമോണിക്കാണ് പറയുന്നത്. ഫിഫ്ത്ത് ഹാർമോണിക്കാണ്, പിന്നെന്താ പറയുന്നത്, ഓപ്പൺ എൻഡഡ് പൈപ്പുമാണ്. ഫിഫ്ത്ത് ഹാർമോണിക് ആയിട്ടുള്ള ഒരു ഓപ്പൺ എൻഡ് പൈപ്പിൻ്റെ നമ്പർ ഓഫ് നോട്ട്സ് അവർ പറഞ്ഞേക്കുന്നത് n ആണ്. ഓക്കെ, നോട്ട് ദ പോയിന്റ്. ഫിഫ്ത്ത് ഹാർമോണിക്കാണ് നമ്പർ ഓഫ് നോട്ട്സ് ഓഫ് ദിസ് വൺ. ഫിഫ്ത്ത് ഹാർമോണിക് ഏതാണ്, ഓപ്പൺ അല്ലേ, ഓപ്പൺ എൻഡ് ഫിഫ്ത്ത് ഹാർമോണിക്കാണ് പറഞ്ഞേക്കുന്നത്, അത് n ആണ്. പിന്നെ പറഞ്ഞേക്കുന്നത് 9th ഹാർമോണിക് ഓഫ് ദ സെയിം പൈപ്പ്. ആ സെയിം പൈപ്പ് തന്നെ മെറ്റീരിയൽ മാറിയിട്ടില്ല, വിത്ത് വൺ ഓഫ് ഇറ്റ്സ് എൻഡ്സ് ക്ലോസ്ഡ്. അപ്പോൾ അതെന്തായി മാറി, ക്ലോസ്ഡ് ആയി. ക്ലോസ്ഡ് പൈപ്പ് നമ്പർ ഓഫ് നോട്ട്സ് എത്ര, m ആണ്, അതിൻ്റെ 9th ഹാർമോണിക്കിൻ്റെ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് n/m. അപ്പോൾ നമ്പർ ഓഫ് നോട്ട്സ് ആണ് നമുക്ക് കാണേണ്ടത്. ഈ ഓപ്പൺ എൻഡ് കേസിൻ്റെ, ഓപ്പൺ പൈപ്പിൻ്റെ കേസിലെ ഫിഫ്ത്ത് ഹാർമോണിക്കിൽ എത്ര നമ്പർ ഉണ്ടാവും. നമ്മൾ പറഞ്ഞു ഓപ്പൺ കേസ് ആണെങ്കിൽ ഒന്നുമില്ല, നമ്പർ ഓഫ് നോട്ട്സും ഹാർമോണിക്കും സെയിം ആണ്. സോ n എന്ന് പറയുന്നത് എത്ര വരും, n = 5 തന്നെ. കാരണം ഇത് ഓപ്പൺ എൻഡ് ആയതുകൊണ്ട് n = n. നമ്പർ ഓഫ് നോട്ട്സ് തന്നെയായിരിക്കും എത്ര നമ്പർ ഓഫ് ഹാർമോണിക് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് നോട്ട്സ് ഓപ്പൺ പൈപ്പിൻ്റെ കേസിൽ സെയിം ആണ്. ഇനി ക്ലോസ്ഡ് പൈപ്പിൻ്റെ കേസിൽ നമ്മൾ എന്ത് പറഞ്ഞു, 2n - 1 ആണ്, അത്രയും ഹാർമോണിക് ആയിരിക്കും. അപ്പോൾ 2 ഇൻറ്റു നമുക്ക് നോട്ട്സ് അറിയത്തില്ല, നോഡാണ് m എന്ന് പറയുന്നത്, അപ്പോൾ നമുക്ക് m എഴുതാം. 2 ഇൻറ്റു m - 1 എന്ന് പറയുന്നത് എത്രയാണെന്നാണ് പറഞ്ഞേക്കുന്നത്, 9th ഹാർമോണിക്. അപ്പോൾ 9th ഹാർമോണിക് നമുക്ക് കിട്ടണമെങ്കിൽ 2 ഇൻറ്റു നമ്പർ ഓഫ് നോട്ട്സ് ഓഫ് ക്ലോസ്ഡ് പൈപ്പ് -1 ചെയ്താലാണ്, എന്തോ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് 9th കിട്ടി. അപ്പോൾ m എത്രയായിരിക്കും, 2m = 10, m = 5. ഓക്കെ, മനസ്സിലായില്ലേ? അതായത് 1, 3, 5, 7 എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ പോകുന്നത്. ദിസ് ഈസ് ഫസ്റ്റ് ഹാർമോണിക്. ഇതിൽ എത്രയുണ്ടാവും, ക്ലോസ്ഡ് പൈപ്പ് ആയിരിക്കുമ്പോൾ ഇതിന് 1 നോഡാണ്, 2 നോഡ് വന്നപ്പം ഇത് 3 ആയി. അപ്പോൾ അതായത് 2n - 1 ആണ് 3 എന്ന് പറയുന്നത്. 2 × 2 4 - 1. ഇത് തേർഡ് 3 നോട്ട്സ് ഉള്ളപ്പം ഇതിന് എന്ത് പറയും, ഫിഫ്ത്ത് ഹാർമോണിക്. ഇതിൻ്റെ സെക്കൻഡ് ഹാർമോണിക് ഇതിനില്ല. അപ്പോൾ 3 നോഡ് വരുന്ന കേസിൽ ഇതിന് 5 ആണ് വരുന്നത്, ഫിഫ്ത്ത് ഹാർമോണിക് എന്ന് പറയും. ഇതുപോലെ തന്നെ 2 × 3 - 1 വരുമ്പം നമുക്ക് 5 കിട്ടും. അപ്പോൾ നമ്പർ ഓഫ് നോട്ട്സ് കിട്ടിക്കഴിഞ്ഞാൽ ഏത് ഹാർമോണിക് ആണെന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ ഏത് ഹാർമോണിക് ആണ് തന്നിരിക്കുന്നതെന്ന് വെച്ചാൽ അത് വെച്ച് നമുക്ക് നമ്പർ ഓഫ് നോട്ട്സ് കണ്ടുപിടിക്കാം. ക്ലോസ്ഡിൻ്റെ കേസിൽ ഒരു പ്രശ്നവും ഇല്ല. ക്ലോസ്ഡിൻ്റെ കേസിലാണ് ഇത് വരുന്നത്. ഓപ്പണിൻ്റെ കേസിലാണ് നമ്മൾ ഈ പറയുന്നത് കേട്ടോ. ഇത് ക്ലോസ്ഡിൻ്റെ കേസിലാണ്. ഓപ്പണിൻ്റെ കേസിൽ നമ്മൾ n പറഞ്ഞു. ഓപ്പണിൻ്റെ കേസിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല, ഏതാണോ നമ്പർ ഓഫ് നോഡ് അത് തന്നെയായിരിക്കും നമ്പർ ഓഫ് ഹാർമോണിക്. പക്ഷേ ക്ലോസ്ഡിൻ്റെ കേസിലാണ് നമ്മൾ ഈ പറഞ്ഞത് 2n - 1 വരും. n എന്ന് പറയുന്ന നമ്പർ ഓഫ് നോട്ട്സ് ആണ്. അപ്പോൾ ഒരു നോഡേ ഉള്ളെങ്കിൽ അത് ഫസ്റ്റ് ഹാർമോണിക്, 2 നോഡ് ഉണ്ടെങ്കിൽ അത് തേർഡ് ഹാർമോണിക് ആയിരിക്കും. അതിൻ്റെ ഇക്വേഷനാണ് 2n - 1. അത് ഓർത്താൽ മതി. n എന്ന് പറയുന്നത് ഇവിടെ m ആണ് തന്നേക്കുന്നത്, അതുകൊണ്ട് m ഇട്ടെന്നേ ഉള്ളൂ. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് നോട്ട്സ്. ഇവിടെ നമ്പർ ഓഫ് നോഡ് ഓഫ് ഈ ക്ലോസ്ഡ് പൈപ്പിൻ്റെ കാര്യം പറഞ്ഞേക്കുന്നത് m ആയതുകൊണ്ട് നമ്മളത് m ഇട്ടു. ഓക്കെ, അപ്പോൾ ഇതിനും m ഉം 5 തന്നെ, n ഉം 5 തന്നെ. സോ വാട്ട് ഈസ് n/5/5 = 1. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇറ്റ്സ് വെരി സിമ്പിൾ. ഞാനിതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഇത് നിങ്ങൾ കാണാതെ പഠിച്ചോളുക. അതായത് ക്ലോസ്ഡ് പൈപ്പിൻ്റെ കേസിൽ 2n - 1 ആണ് അത്രയും ഹാർമോണിക്. അതാണ് അതിൻ്റെ ഹാർമോണിക് നമ്പർ എന്ന് പറയുന്നത്. 2n - 1 ആണ്. n ഈസ് നമ്പർ ഓഫ് നോഡ്. ഓപ്പൺ പൈപ്പിൽ ഒരു പ്രശ്നവുമില്ല, എത്രാമത്തെയാണോ അത് തന്നെ, എത്ര നോഡുണ്ടോ അതിൻ്റെ തന്നെ ആയിരിക്കും ഹാർമോണിക് ആയിട്ടുള്ളത്. ആ മോഡ് തന്നെയായിരിക്കും അതിൻ്റെ ഹാർമോണിക്. അതായത് ഒരു നോഡേ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഹാർമോണിക്, 2 നോഡുണ്ടെങ്കിൽ സെക്കൻഡ് ഹാർമോണിക്, 3 നോഡുണ്ടെങ്കിൽ തേർഡ് ഹാർമോണിക്. ഇവിടെ അങ്ങനെയല്ല, ഒരു നോഡുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാർമോണിക് തന്നെയാണ്, പക്ഷേ 2 നോഡ് വന്നപ്പോൾ ഇറ്റ് ബിക്കംസ് 3. അപ്പോൾ 2n - 1th ഹാർമോണിക്കാണ് അതിന് വരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ നമ്പർ ഓഫ് നോഡ്സ് കണ്ടുപിടിക്കുക. അതാണ് ഇതിനകത്ത് വേണ്ടത്, n/m. ഇത് നിങ്ങൾക്ക് വിത്തിൻ 1 മിനിറ്റ് വളരെ ഈസി ആയിട്ട് ഈ
ഒന്നും ആലോചിക്കാനില്ല. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ, ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് എൻഡ്. ഓക്കെ, ഓപ്പൺ ആയിട്ടുള്ള പൈപ്പ്, ക്ലോസ്ഡ് ആയിട്ടുള്ള ഓർഗൻ പൈപ്പ്, ഇത് രണ്ടും നിങ്ങൾക്ക് അറിയാമെങ്കിൽ സുഖമായിട്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇത് 2026 നീറ്റിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2023 നീറ്റിൽ ചോദിച്ചിട്ടുള്ള വെരി സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം. ഇറ്റ്സ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ദ റേഷ്യോ എന്താ ചോദിച്ചേക്കുന്നത്? ദ റേഷ്യോ ഓഫ് ഫ്രീക്വൻസീസ് ഓഫ് ഫണ്ടമെൻ്റൽ ഹാർമോണിക്കിൻ്റെ കാര്യമാണ് ചോദിച്ചേക്കുന്നത്. എന്തിൻ്റെ കാര്യമാണ്? റേഷ്യോ, ഫ്രീക്വൻസിയുടെ റേഷ്യോ ആണ്. ഫണ്ടമെൻ്റൽ ഹാർമോണിക് ഫ്രീക്വൻസിയുടെ റേഷ്യോ ആണ് ചോദിച്ചേക്കുന്നത്. പ്രൊഡ്യൂസ്ഡ് ബൈ ആൻ ഓപ്പൺ പൈപ്പ് ടു ദാറ്റ് ഓഫ് ക്ലോസ്ഡ് പൈപ്പ് ഹാവിങ് ദ സെയിം ലെങ്ത്. അപ്പോൾ എന്താ ചോദിച്ചേക്കുന്നത്? ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി F1 ഓഫ് ഓപ്പൺ പൈപ്പ് ഡിവൈഡഡ് ബൈ F1 ഓഫ് ക്ലോസ്ഡ് പൈപ്പ്. സിമ്പിൾ അല്ലേ? വാട്ട് ഈസ് എ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി? ഫസ്റ്റ് ഹാർമോണിക് ഓഫ് ഓപ്പൺ പൈപ്പിൻ്റെ ഫ്രീക്വൻസി എന്താ വന്നേക്കുന്നത്? ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി V ബൈ ഓപ്പൺ പൈപ്പ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് 2L, ക്ലോസ്ഡ് പൈപ്പ് ആകുമ്പോൾ V ബൈ 4L. ഇത്രയേ ഉള്ളൂ. ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓഫ് സെയിം ലെങ്ത് ആണ് പറഞ്ഞേക്കുന്നത്. സോ ഇറ്റ് ഈസ് ഓപ്പൺ പൈപ്പ് ഇറ്റ് ഈസ് V ബൈ 2L, ക്ലോസ്ഡ് പൈപ്പ് ഇറ്റ് ഈസ് V ബൈ 4L. വെരി സിമ്പിൾ. ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ക്യാൻസൽ, L ക്യാൻസൽ ചെയ്തു, V ക്യാൻസൽ ചെയ്തു, ബാക്കി എത്ര കിട്ടും? 2 അല്ലേ? 2. സോ 2 ബൈ 1. അപ്പോൾ 2:1 ഈ റേഷ്യോ ആണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഈസ് ഓപ്ഷൻ A ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. 2023 വന്നിട്ടുള്ള നീറ്റിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് തന്നെ കീമിലും വരാൻ ചാൻസ് ഉണ്ട്. ബട്ട് ഇറ്റ്സ് വെരി സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, വെരി ഈസി. അങ്ങനത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് 2023 തന്നെ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് കോൺസെപ്റ്റ് കീമിൽ അധികം വന്ന് കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ കീമിൽ പറഞ്ഞിട്ടില്ല. കീമിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നില്ല, പക്ഷേ നീറ്റിലും JEE മെയിനിലും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് പറയാം. അതായത് ഇത് ഇത്രയും നമുക്കറിയാം. ക്ലോസ്ഡ് പൈപ്പ് ആണെങ്കിൽ വാട്ട് ഈസ് ദ ഫസ്റ്റ് ഹാർമോണിക് ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് F1 എന്ന് പറഞ്ഞാൽ V ബൈ 4L ആണ്. ഇതിന് സെക്കൻഡ് ഇല്ല, ഈവൻ നമ്പേഴ്സ് ഒന്നും ഇതിനില്ല. ഓഡ് നമ്പേഴ്സ് മാത്രമല്ല, സെക്കൻഡ് ഇല്ല, ഫോർത്ത് ഇല്ല. പിന്നെ നെക്സ്റ്റ് ഉള്ളത് നമുക്ക് തേർഡ് ഹാർമോണിക്കാണ്. F1 കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് തേർഡ് ഹാർമോണിക്കാണ്, അതായത് F3, പിന്നെ F5, F7, F9, F11, F13 അങ്ങനെ പോകും. അപ്പോൾ ഇത് നമുക്ക് V, പിന്നെ F3 എന്ന് പറയുമ്പോൾ 3V ബൈ 4L, 5V ബൈ 4L, ഇതൊക്കെ ഫിഫ്ത്ത് ഹാർമോണിക്കാണ്. പിന്നെ വരുന്നത് മൂന്നാമത്തെ വരുന്നത് ഇതാണ്, നാലാമത്തെ വരുന്നത് 7 ആണ്, അഞ്ചാമത്തെ ഇങ്ങനെ വരുന്നത്. ഓപ്പൺ പൈപ്പിൻ്റെ കേസിൽ അങ്ങനെയൊന്നുമില്ല. ഫസ്റ്റ് ഹാർമോണിക് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഹാർമോണിക് എന്ന് പറഞ്ഞാൽ V ബൈ 2L ആണ്. പിന്നെ സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എല്ലാം ഉണ്ട്. ഒരെണ്ണം V ബൈ 2L ആണെങ്കിൽ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 2V ബൈ 2L, തേർഡ് എന്ന് പറഞ്ഞാൽ 3V ബൈ 2L, 4V ബൈ 2L, അങ്ങനെ പോകും. ഇനി ഫസ്റ്റ് ഓവർടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ഹാർമോണിക് അല്ലെ ഫണ്ടമെൻ്റൽ ഹാർമോണിക്കിന് ശേഷം വരുന്ന നെക്സ്റ്റ് ഹാർമോണിക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫസ്റ്റ് ഓവർടോൺ. അത് ഓർത്തോണം. സെക്കൻഡ് ഓവർടോൺ എന്ന് പറയുന്നത് ഈ സെക്കൻഡ്, ഇവിടുത്തെ കേസിൽ അടുത്തത് വരുന്നതിനാണ് നമ്മൾ സെക്കൻഡ് ഓവർടോൺ എന്ന് പറയുന്നത്. സെക്കൻഡ് ഓവർടോൺ, ഇത് തേർഡ് ഓവർടോൺ. ഓക്കെ, ദിസ് വൺ ഈസ് ഫോർത്ത് ഓവർടോൺ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ നമ്പർ ഓഫ് നോട്ട്സ് n എന്ന് പറയുന്നത് 1 ആണ്. ഹിയർ നമ്പർ ഓഫ് നോട്ട്സ് എന്ന് പറഞ്ഞാൽ 2, നമ്പർ ഓഫ് നോട്ട്സ് എന്ന് പറഞ്ഞാൽ 3, നമ്പർ ഓഫ് നോട്ട്സ് എന്ന് പറഞ്ഞാൽ 4, നമ്പർ ഓഫ് നോട്ട്സ് എന്ന് പറഞ്ഞാൽ 5, അങ്ങനെ പോകും. സോ ഹിയർ എന്ന് പറയുന്നത് ഇത് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓഫ് ഓപ്പൺ പൈപ്പാണ്. ദാറ്റ് ഈസ് ഫസ്റ്റ് ഹാർമോണിക് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഫസ്റ്റ് ഹാർമോണിക്കാണ്. ഇത് സെക്കൻഡ് ഹാർമോണിക്, തേർഡ് ഹാർമോണിക്, ഫോർത്ത് ഹാർമോണിക്. അപ്പോൾ ദിസ് വൺ ഈസ് ഫസ്റ്റ് ഹാർമോണിക്, ദിസ് വൺ ഈസ് സെക്കൻഡ് ഹാർമോണിക്, അതറിയാലോ. അപ്പോൾ ഈ സെക്കൻഡ് ഹാർമോണിക്കാണ് നമ്മളുടെ ഇവിടുത്തെ ഫസ്റ്റ് ഓവർടോൺ. ഇത് സെക്കൻഡ് ഓവർടോൺ, ഇത് തേർഡ് ഓവർടോൺ. ഇതൊന്ന് കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കണം, കൺഫ്യൂഷൻ ആവരുത്. ഫസ്റ്റ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി, ഫസ്റ്റ് ഹാർമോണിക് അല്ലെ ഫണ്ടമെൻ്റൽ ഹാർമോണിക് നമ്മളൊന്നും പറയുന്നില്ല, അതിനെ അങ്ങനെ തന്നെ പറയുന്നുള്ളൂ. നെക്സ്റ്റ് വരുന്നതിനാണ് നമ്മൾ ഫസ്റ്റ് ഓവർടോൺ എന്ന് പറയുന്നത്. അതിന് ശേഷം വരുന്നത് സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്ന് പറഞ്ഞു പോകും. അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ കേസിൽ ഫസ്റ്റ് ഓവർടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെക്കൻഡ് ഹാർമോണിക്കിനെയാണ് നമ്മൾ ഫസ്റ്റ് ഓവർടോൺ എന്ന് പറയുന്നത്. സെക്കൻഡ് ഓവർടോൺ എന്ന് പറഞ്ഞാൽ തേർഡ് ഹാർമോണിക്. അപ്പോൾ ഈ ഒരു ഓർഡറിൽ പഠിച്ചു വെച്ചാൽ മതി. ഇവിടുത്തെ കേസിൽ എന്ത് വരും? ഇവിടുത്തെ ഫസ്റ്റ് ഹാർമോണിക് ഫണ്ടമെൻ്റൽ എന്ന് പറഞ്ഞാൽ V ബൈ 2L ആണ്, അത് ഫസ്റ്റ് ഹാർമോണിക്കാണ്. നെക്സ്റ്റ് വരുന്നത് നമുക്ക് സെക്കൻഡ് ഇവിടെ ഇല്ല, അതുകൊണ്ട് എന്താ നെക്സ്റ്റ് വരുന്നത്? തേർഡ് ആണ്.
ആ തേർഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫസ്റ്റ് ഓവർടോൺ എന്ന് പറയുന്നത്. തേർഡാണ് നമ്മുടെ ഫസ്റ്റ് ഓവർടോൺ. ഫിഫ്ത്ത് വരുന്നത്, പിന്നെ വരുന്നത് നമുക്ക് 4 ഇല്ല ഇതിനകത്ത്, പിന്നെ വരുന്ന ഫിഫ്ത്താണ്, അതിന് നമ്മൾ സെക്കൻഡ് ഓവർടോൺ എന്ന് പറയുന്നത്. തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് അങ്ങനെ പോകുന്നു. അപ്പോൾ ഈ ഓർഡർ ഒന്ന് പഠിച്ചോണം. ഓപ്പൺ പൈപ്പിൻ്റെ കേസിൽ നമുക്ക് ഫസ്റ്റ് ഹാർമോണിക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളതിന് നമുക്ക് നെക്സ്റ്റ് ഡയറക്റ്റ് ആയിട്ട് 1 2 3 4 5 6 എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഫണ്ടമെന്റൽ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള 3 5 7 9 11 13 എന്നൊക്കെ പറയുന്ന സാധനത്തിനെയാണ് നമ്മൾ ഫസ്റ്റ് ഓവർടോൺ, സെക്കൻഡ് ഓവർടോൺ, തേർഡ് ഓവർടോൺ, ഫോർത്ത് ഓവർടോൺ എന്നൊക്കെ പറയുന്നത്. ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി പിള്ളേർക്ക് കൺഫ്യൂഷൻ ആവണം, അത് നമ്മൾ പറയാഞ്ഞത്. ബട്ട് ഇതിന്റെ കേസിൽ, നീറ്റിന്റെ കേസിൽ നിങ്ങൾ കുറച്ചുകൂടെ പഠിച്ചേ പറ്റൂ. ഇറ്റ്സ് വെരി ടഫ് എക്സാം. അപ്പോൾ ഈ കോൺസെപ്റ്റ് സുഖമായിട്ട് മനസ്സിലാക്കണം. വെരി ടഫ് എന്ന് പറയുന്നതാണ് ഈ ടഫ് എക്സാം. ഒരുപാട് 22-26 ലക്ഷം അപ്പോൾ യു ഹാവ് ടു സ്റ്റഡി ദാറ്റ് മച്ച്. പിന്നെ നിങ്ങൾ വിഷമിക്കേണ്ട, യു ഷുഡ് ഹാവ് എ പ്ലാൻ ബി ഓൾസോ. നിങ്ങൾ ഇൻ കേസ് അതൊന്നും കിട്ടിയില്ലെങ്കിൽ യു ഹാവ് ടു ഡിസൈഡ് ആൻഡ് അറ്റ്ലീസ്റ്റ് 1 year യു ക്യാൻ സ്പെൻഡ് ഫോർ ദാറ്റ് തിങ്. കണ്ടിന്യൂസ് ആയിട്ട് അതിൽ എഴുതി പോകരുത്. യു ട്രൈ ടു ഗോ അനദർ. ലൈഫിൽ വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ദാറ്റ് ഈസ് നോട്ട് ദി എൻഡ് ഓഫ് ലൈഫ്. ഓക്കെ, സോ വേറെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമ്മൾ നോക്കണം, കിട്ടിയില്ലെങ്കിൽ. ബട്ട് സ്റ്റിൽ നിങ്ങൾ പഠിക്കുമ്പോൾ എല്ലാം പഠിച്ചു പോവുക. ഓക്കെ, ഈ എന്താണ് സെക്കൻഡ് ഓവർടോൺ ഓപ്പണും തമ്മിലുള്ള വേരിയേഷൻ പറഞ്ഞു. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കാം. ദ ഫോർത്ത് ഓവർടൂൺ ആണ് പറയുന്നത് ഓഫ് എ ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ്. ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിൻ്റെ ഫോർത്ത് ഓവർടൂൺ എന്ന് പറയുന്നത് സെയിം ആസ് തേർഡ് ഓവർടൂൺ ഓഫ് എ ഓപ്പൺ പൈപ്പ്. ദ റേഷ്യോ ഓഫ് ദ ലെങ്ത് ഓഫ് ദ ക്ലോസ്ഡ് പൈപ്പ് ടു ദ ലെങ്ത് ഓഫ് ദ ഓപ്പൺ പൈപ്പ്. എന്താ പറയുന്നത്, പറയുന്ന ഒരു ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിൻ്റെ ക്ലോസ്ഡ് പൈപ്പ്. ഓക്കെ, ഞാൻ മായ്ക്കണ്ടായിരുന്നു. ക്ലോസ്ഡ് പൈപ്പിന് നമ്മൾ പറഞ്ഞു ഫണ്ടമെൻ്റൽ F1 ഈസ് ഈക്വൽ ടു V/4L ആണ്. ദിസ് ഈസ് ഇറ്റ്സ് ഫസ്റ്റ് ഹാർമോണിക്. നെക്സ്റ്റ് F3 ഉള്ളൂ നമുക്ക്, 3V/4L. ദിസ് ഈസ് ഇറ്റ് തേർഡ് ഹാർമോണിക്. F5 ഉണ്ട്, 5V/4L. F7, 7V/4L. Okay, F9, that is 9V/4L. This one is our third കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഹാർമോണിക്, തേർഡ്, ഫിഫ്ത്ത് ഹാർമോണിക്, സെവൻത്ത് ഹാർമോണിക്, നയൻത്ത് ഹാർമോണിക്. അപ്പോൾ ഈ പറയുന്നത് നമ്മൾ എടുക്കണ്ട. ഇതിന് ശേഷമുള്ളതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഓവർടോൺ, സെക്കൻഡ് ഓവർടോൺ, തേർഡ് ഓവർടോൺ, ഫോർത്ത് ഓവർടോൺ. ഓക്കെ, നിങ്ങളിതൊക്കെ മനസ്സിൽ കണ്ടുപിടിക്കാമെന്നല്ലോ. പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ യു ക്യാൻ ഈസിലി ഡു ഇറ്റ് ഇൻ മൈൻഡ് കാൽക്കുലേഷൻ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇവർ വരുന്ന ഫോർത്ത് ഓവർടൂൺ ഓഫ് എ ക്ലോസ്ഡ് പൈപ്പ്. അപ്പോൾ ഫോർത്ത് ഓവർടൂൺ ഓഫ് എ ക്ലോസ്ഡ് പൈപ്പ് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. ദാറ്റ് ഈസ് സെയിം ആസ്, ഇനി നമ്മളുടെ ക്ലോസ്ഡ് അല്ല, നമ്മളുടെ ഓപ്പൺ പൈപ്പ് തേർഡ് ഓവർടൂൺ എവിടെ വരും? ഫസ്റ്റ് ഫണ്ടമെന്റൽ എന്ന് പറയുന്നത് V/2L ആണ്. ഇതിന് F2 ഉം 3 ഒക്കെ ഉണ്ട്. F2, F3, F4, F5 ഒക്കെ ഉണ്ട്. ഇറ്റ് ഈസ് 2V/2L. F3 എന്ന് പറഞ്ഞാൽ 3V/2L. F4 എന്ന് പറഞ്ഞാൽ 4V/2L ഒക്കെയാണ്. ഇതെന്ന് പറയുന്നതിന് നമ്മൾ എടുക്കേണ്ട, ദിസ് വൺ ഈസ് ഫസ്റ്റ് ഓവർടോൺ, ഇത് സെക്കൻഡ് ഓവർടോൺ, തേർഡ് ഓവർടോൺ. ഓക്കെ, ഇവർ പറയുന്നത് എന്താ പറയുന്നത്, ഇവർ ഈ ദിസ് വൺ ഈസ് ഓപ്പൺ, ദിസ് ഈസ് ക്ലോസ്ഡ്. ഫോർത്ത് ഓവർടൂൺ ഓഫ് എ ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ്. ഫോർത്ത് ഓവർടൂൺ എന്ന് വെച്ചാൽ ഇതാണ് അല്ലേ, 9V/4L. അവർ പറയുന്നത് 9V/4L എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഫോർത്ത് ഓവർടോൺ ഓഫ് എ ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിൻ്റെ ഫോർത്ത് ഓവർട്യൂണും. പിന്നെ പറയുന്നത് തേർഡ് ഓവർട്യൂൺ ഓഫ് എ ഓപ്പൺ പൈപ്പിൻ്റെ തേർഡ് ഓവർട്യൂണും സെയിം ആണെന്ന്. അപ്പം 9V/L ഓഫ് ലെങ്ത് വേറെ ഒന്നല്ലേ, L ഓഫ് ക്ലോസ്ഡ് ഈസ് ഈക്വൽ ടു F4 ആണ്, 4V/2L ഓഫ് ഓപ്പൺ. അപ്പോൾ ഇതിൻ്റെ ഫോർത്ത് ഓവർടോൺ എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു എഴുതി വെക്കരുത്, ഫസ്റ്റ് ഒഴിവാക്കുക. പിന്നെയുള്ള 1 2 3 ഫസ്റ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ 3 5 7 9 ആണുള്ളത്. അപ്പോൾ 1 2 3 4 ഫോർത്ത് എന്ന് പറയുന്നത് 9V/4L വരും. ദാറ്റ് ഓഫ് ക്ലോസ്ഡ് ഈസ് ഈക്വൽ ടു 4V/2L ഓഫ്, ഇത് തേർഡാണ് നമുക്ക് തന്നെ ഫോർത്താണ്. ഫസ്റ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഓർഡറിൽ തന്നെ ഓപ്പൺ പൈപ്പിന് അങ്ങനെ 1 2 3 4 തന്നെ ഉള്ളൂ. അങ്ങനെ എടുക്കുമ്പോൾ ഇത് തേർഡ് എന്ന് പറയുമ്പോൾ ഇത് ഫോർത്ത് ഹാർമോണിക് വരും, 4V/2L0. ആ കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി എങ്ങനെയാണ് ഇത് വരുന്നത്. ഇത് രണ്ടും ഈക്വലാണ്. V ക്യാൻസൽ ചെയ്യാം, രണ്ടും എയറിലൂടെ തന്നെ അല്ലേ പോകുന്നത്. സോ ദാറ്റ് V ക്യാൻസൽ. പിന്നെ ബാക്കിയുള്ള എന്തൊക്കെയാണ് നമുക്ക് വേണ്ട റേഷ്യോ എന്ന് പറയുന്നത്
ലെങ്ത് ഓഫ് ക്ലോസ്ഡ് പൈപ്പ് ടു ലെങ്ത് ഓഫ് ഓപ്പൺ പൈപ്പ്, ലെങ്ത് ഓഫ് ക്ലോസ്ഡ് ടു ലെങ്ത് ഓഫ് ഓപ്പൺ. അപ്പോൾ ഇത് അങ്ങോട്ട് കൊണ്ടുപോവുക, ഇത് ഇങ്ങോട്ട് കൊണ്ടുവരിക, അല്ല ഇത് ഇവിടെ കിടക്കട്ടെ, ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എന്ത് വരും? 9 × 2 ÷ 4 × 4 അല്ലേ? ഇതിനെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി ഇത് താഴേക്ക് വന്ന് 4 × 4 92 2 ക്യാൻസൽ ചെയ്ത് 2. സോ 9 ÷ 8. സോ 9/8 അല്ലെ 9:8 ഈസ് ദ ആൻസർ. ഓക്കെ, ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഈ കോൺസെപ്റ്റ് ഒന്ന് നന്നായി പഠിച്ചു വയ്ക്കുക. ഇത് മറ്റേ കീമിൽ ഞാൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ഹാർമോണിക് പറയുമ്പോൾ തന്നെ പിള്ളേർക്ക് കൺഫ്യൂഷൻ ആവും. 1, 3, 5, 7 ഒക്കെയാണ് ക്ലോസ്ഡിൽ വരുന്നത്. പിന്നെ ഓവർ ടോണും കൂടെ പറയുമ്പോഴത്തേക്ക് കൺഫ്യൂസ്ഡ് ആവും. പക്ഷേ നീറ്റിൻ്റെ കേസിൽ ദേ ആർ ആസ്കിങ്. പക്ഷേ കീമിലും ചിലപ്പോൾ നെക്സ്റ്റ് ടൈം ഒക്കെ ഇത് വരാൻ ചാൻസ് ഉണ്ട്. ദിസ് ഈസ് ഫസ്റ്റ് ഓവർ ടോൺ. ഫസ്റ്റ് ഫണ്ടമെൻ്റലിനെ നമ്മൾ ഒഴിവാക്കുക, അതിനുശേഷം ഓർഡർ ഇട്ടങ്ങ് പോയാൽ മതി. 1, 2, 3 എന്ന് പറഞ്ഞാൽ ഓർഡർ ഇട്ട് പോവുക. ഇവിടെ അത് പ്രശ്നമില്ല, ഇവിടെ ഫണ്ടമെൻ്റൽ ഒഴിവാക്കുക 1, 2, 3. അപ്പോൾ ഓപ്പണും ക്ലോസ്ഡും വരുന്നതിൻ്റെ ആ റേഞ്ച്, ആ ഫ്രീക്വൻസി റേഞ്ച് 1, 3, 5, 7, ഇവിടെ 1, 2, 3, 4 അതൊന്ന് നോക്കി പഠിച്ചാൽ മതി. പിന്നെ നമുക്ക് എന്തുമായാലും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് എഴുതാൻ പറ്റും. പിന്നെ നമ്പർ ഓഫ് നോട്ട്സ് ഞാൻ പറഞ്ഞു, നമ്പർ ഓഫ് നോട്ട്സ് n ആണെങ്കിൽ 2n - 1 ആണ് ഇവിടെയുള്ള അത്രാമത്തെ ഫ്രീക്വൻസി. ഇവിടെ ജസ്റ്റ് നമ്പർ ഓഫ് നോട്ട്സ് 1 ആണെങ്കിൽ ഫസ്റ്റ് അല്ലെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ആയിരിക്കും. സെക്കൻഡ് ആണെങ്കിൽ സെക്കൻഡ് ഹാർമോണിക്, 3 ആണെങ്കിൽ നമ്പർ ഓഫ് നോട്ട്സ് 3 ആണെങ്കിൽ തേർഡ് ഹാർമോണിക്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ എല്ലാവരും നന്നായി പഠിക്കുക. പ്രോബ്ലംസ് ഞാൻ പറയുന്ന പോലെ ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമ്മുടെ മനസ്സിലിരിക്കത്തുള്ളൂ. നമുക്ക് എക്സാമിന് എഴുതണമെങ്കിൽ എല്ലാം കണ്ടുപോയാൽ പോരാ, നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കണം. ഇത് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഒക്കെ വരും. സോ യു ഹാവ് ടു സ്റ്റഡി. ഇപ്പം തന്നെ നന്നായി പഠിച്ചേ പറ്റൂ. പഴയ സമയം കിട്ടുന്നതനുസരിച്ച് പഴയ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതായത് 11th ക്വസ്റ്റ്യൻസ് ചെയ്യുക. 11th കുട്ടികളാണെങ്കിലും ദേ ഓൾസോ ഹാവ് ടു ഡു ഓൾ ദീസ് പ്രോബ്ലംസ്. 12th ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അധികം സമയമൊന്നും കിട്ടണമെന്നില്ല. യു ഹാവ് ലാബ് എക്സാം, പിന്നെ ബോർഡ് എക്സാം ഉണ്ട്, ലാബ് എക്സാം ഉണ്ട്, പിന്നെ നിങ്ങളുടെ ടൂർ കാണും, ഫെയർവെൽ കാണും. ഇതിൻ്റെ ഇടയ്ക്ക് വേണം നമുക്ക് പഠിക്കാനൊക്കെ ഉള്ള സമയം കണ്ടെത്താൻ. അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന സമയം നിങ്ങൾ കളയാതെ മാക്സിമം നന്നായി പഠിക്കും. So that's all for today. Bye.